ഈ വർഷത്തെ ഓണം മേള അനുബന്ധിച്ചുള്ള ഗവൺമെൻറ് സ്പെഷ്യൽ റിബേറ്റ് 8-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 14 വരെ ഉള്ള റിബേറ്റ് മേളയാണ്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെൻറ് റിബേറ്റ് ഉണ്ട്. ഇതിനു വേണ്ടിയുള്ള മേള ഉദ്ഘാടനം നാളെയാണ്. നാളെ നമ്മുടെ ബഹുമാനീയനുള്ള MP ശ്രീ MK രാഘവൻ അവർ 9:30 ഖാദി ഗ്രാമ അങ്കണത്തിൽ വെച്ചിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് റിബേറ്റ് മേള ഉദ്ഘാടനം ഓണം റിബേറ്റ് മേള ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ സ്ഥലം കൗൺസിലർ അബൂക്കർ സാറാണ്. പ്രദീപം മുഖ്യപത്രാധിപർ AV പ്രകാശ്, ഡോക്ടർ ഷൈനി ജോർജ് പ്രിൻസിപ്പാൾ ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നോളജി കോഴിക്കോട് ഇവരെല്ലാം ആശംസകൾ അറിയിക്കുന്നുണ്ട്. മക്കട വെസ്റ്റ് ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായുള്ള അനിത MK ആണ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങുന്നത്. വർഷത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു മേളയാണ് ഇത്തരത്തിലുള്ളത്. ഒരു വർഷത്തിൻ്റെ മുഴുവൻ സെയിൽസിൻ്റെ ഒരു 60-70% വിൽപ്പന നടക്കുന്ന ഒരു സമയമാണ് ഈ ഓണം മേള എന്ന് പറഞ്ഞത്. ഈ വർഷത്തിൽ ഓണം മേളയ്ക്ക് റിബേറ്റ് ഒരു 32 ദിവസത്തെ റിബേറ്റാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും പൂർണ്ണ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയം എല്ലാ മേഖല പോലെയും ഖാദി മേഖലയും ഒട്ടനവധി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ് എന്നുള്ള സഹായങ്ങൾ ഇപ്പം നമുക്ക് നിലവിൽ 6 കോടിയോളം രൂപ ഗവൺമെൻറ് റിബേറ്റ് ഇനത്തിൽ ലഭ്യമാക്കാനായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി തുണിത്തരങ്ങൾക്ക് കൊടുക്കുന്ന റിബേറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 6 കോടിയോളം രൂപ റിബേറ്റ് ഇനത്തിൽ ലഭിക്കാനായിട്ടുണ്ട്. പ്രളയവും ഈ ഗുരുതരമായിട്ടുള്ള നല്ല രീതിയിലുള്ള മഴയും എല്ലാം സെയിൽസിനെയും നമ്മളെ പ്രവർത്തനത്തിനെയൊക്കെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ഓണം വിപണന മേളയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നതിലാണ്. അതിൽ നിങ്ങളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓരോ 1000 രൂപയുടെ ഗ്രോസായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു കൂപ്പൺ കൊടുത്തുകൊണ്ട് സമ്മാനം പദ്ധതി ഈ പ്രാവശ്യവും ഒരുക്കിയിട്ടുണ്ട്. 1-ാം സമ്മാനം ഓരോ ആഴ്ച തോറുമാണ് നറുക്കെടുക്കുന്നത്. 1-ാം സമ്മാനം 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ, 2-ാം സമ്മാനം 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, 3-ാം സമ്മാനം 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഖാദി തുണിത്തരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും ഇതിൽ കൂടെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റു പല കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പ്രസിഡന്റ് സംസാരിക്കും. ഖാദി മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമായിട്ടാണ് 6 കോടി രൂപയോളം കേരള സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത്. കേരളത്തിലെ മൊത്തം ഖാദി സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം 55 കോടിയോളം രൂപ ഈ ഖാദി മേഖലയ്ക്ക് കിട്ടാനായി കിടക്കുകയാണ്. നമുക്കറിയാം, ഈ ഓണം സമയം പോലെ തന്നെ എല്ലാ സ്പെഷ്യൽ റിബേറ്റ് പീരീഡിലും സർക്കാർ റിബേറ്റ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഖാദി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ അടുത്തൊന്നും യാതൊരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഖാദി മേഖല, പ്രത്യേകിച്ച് പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഖാദി മേഖല അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുകയാണ്. മേഖലയിലെ നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികൾക്ക് വേണ്ട അസംസ്കൃത സാധനങ്ങൾ, സ്ലൈവർ പോലുള്ള സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ ഒരു ഉൽപ്പാദനം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നേരിടുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ പത്രമാധ്യമങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് അതിനുവേണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ റിബേറ്റ് കിട്ടുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പത്ര റിപ്പോർട്ടുകളൊക്കെ വളരെയധികം സഹായകമായിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സഹകരണം ആ ഭാഗത്തു നിന്നുണ്ടാവണം. നമുക്കറിയാം, കൈകൊണ്ട് തന്നെ ചർക്കയിലൂടെ നൂൽ നൂറ്റെടുത്ത് കൈകൊണ്ട് തന്നെ തറികളിലൂടെ നെയ്യുന്ന വസ്ത്രമാണ് ഖാദി വസ്ത്രം. അതുകൊണ്ട് തന്നെ മറ്റേത് തുണിയേക്കാൾ ഉപരി ഒരുപാട് തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണിത്.
ഇപ്പോൾ സ്വയം തൊഴിലിനൊക്കെ സർക്കാർ ഫണ്ടുകൾ കണ്ടെത്തുമ്പോൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനുള്ള സാധ്യതയുള്ള ഖാദി മേഖലയെയും സംരക്ഷിച്ച് നിർത്തേണ്ടത് ഓരോ സർക്കാരിൻ്റെയും കടമയാണ്. ആ കടമയിൽ നിന്നാണ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി പത്രമാധ്യമങ്ങളുടെ അടുത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖാദിക്ക് 60% വിൽപ്പന നടക്കുന്നത് ഈ ഓണം മേളയിലൂടെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സമയത്താണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. രണ്ടാമതായിട്ട് റിബേറ്റ് 30% റിബേറ്റ് തുണിത്തരങ്ങൾക്കും അതിന് പുറമെ ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെ 10% ഡിസ്കൗണ്ട് ഈ സമയത്ത് മാത്രമാണ് ലഭിക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം ആകർഷകമായിട്ട് സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഖാദി കടമായിട്ട് ലഭിക്കുന്നുള്ളതും ഒരു വലിയ ആകർഷണമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് എത്തുന്നത്. ഞാൻ മുമ്പൊക്കെ പറയാറുണ്ട്, മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല ഖാദിക്ക് ഒരു പൈസ പോലും പരസ്യത്തിന് വേണ്ടി നീക്കി വെക്കാനുള്ളൊരു ഫണ്ടില്ല. ഖാദി കമ്മീഷൻ തരുന്ന കോസ്റ്റ് ചാർട്ടിനനുസരിച്ചിട്ടാണ് ഖാദിയുടെ ഓരോ തുണിയുടെയും വില വരുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് ഈ പത്രമാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അത് അറിഞ്ഞിട്ടാണ് നാളെ മുതൽ, ഇപ്പോൾ 8-ാം തീയതി റിബേറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്നും യാതൊരു വലിയൊരു ചലനമൊന്നും ഉണ്ടായിട്ടില്ല. നാളെ നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തി, അങ്ങനെയാണ് ഖാദി മേഖല സജീവമായി തീരുന്നത്. അതുകൊണ്ട് വലിയൊരു സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഈ മേളയോടനുബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഖാദിയുടെ എല്ലാവിധ തുണിത്തരങ്ങളും മിഠായി തെരുവിൽ, അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് ഖാദി ഗ്രാമോദയ എംപോറിയം, അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ കരകൗശല വസ്തുക്കൾ, അതേപോലെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പച്ചക്കറി വിത്തുകൾ, ഹണി ഹട്ട്, കൂൾ ബാർ തുടങ്ങിയൊക്കെ വേറെ കൗണ്ടറുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുക്കുന്നുണ്ട്. അതുപോലെ കോട്ടൺ സാരികൾ, ഒരു 800 രൂപ മുതൽ 8000-10000 രൂപ വരെ വില വരുന്ന കോട്ടൺ സാരികളുടെയും പ്രത്യേകം കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബെഡ്ഷീറ്റുകളുടെ പ്രത്യേകം കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നല്ലൊരു മേളയായി തീരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം മേഖല അങ്ങേയറ്റം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് വിൽപ്പനയും കൂടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പരമ്പരാഗത തൊഴിൽ വ്യവസായമായ ഖാദി വെറും ഒരു ഓർമ്മകൾ മാത്രമായി മാറും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. കൂടാതെ നാളെ രാവിലെ 9:30-നാണ് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദയ എംപോറിയം വെച്ച് ഉദ്ഘാടനം നടക്കുന്നത്. എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒരു 4 വർഷത്തോളമായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം വളരെ തുച്ഛമായിട്ടുള്ളൊരു സംഖ്യയാണ് കിട്ടിയത്. ഇപ്പോൾ ഈ ക്ഷേമനിധി ഇനത്തിൽ സർക്കാർ നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനമുണ്ട്. ആ വേതനം യഥാസമയം കിട്ടാത്തത് കാരണം ആ തൊഴിലാളികളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതാത് സമയങ്ങളിൽ കിട്ടുന്നില്ല. അപ്പം 3-4 വർഷത്തിലധികമായിട്ടുള്ള പെൻഡിങ്ങാണ് ഇത്രയും വലിയൊരു തുകയായിട്ട് മാറിയിട്ടുള്ളത്. ഏകദേശം 2018 വരെ നമ്മൾ ഈ റിബേറ്റിൻ്റെ പൈസ ഏകദേശം തുല്യമായ രീതിയിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം കുറച്ചൊന്ന് മധ്യത്തിലായി. പിന്നെ കോവിഡിന് ശേഷമാണ് ഇത്രയും ഭീമമായ സംഖ്യ ഈ കിട്ടാനുള്ളതിലേക്ക് കയറി വരുന്നത്. നമ്മൾ നല്ലൊരു പോർഷനും അതാത് വർഷം തന്നെ തൊട്ട് മുമ്പിലത്തെ വർഷങ്ങളിൽ ഏകദേശം കവർ ചെയ്ത് പോയതാണ്. കോവിഡിന് ശേഷമാണ് ഈ മേഖല ഇത്രയും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒന്ന് ഇത് ചെയ്യാനുള്ള, ഒന്ന് എനർജറ്റിക് ആക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല എന്നുള്ള സത്യം. ഏകദേശം 2018 മുന്നേ അല്ലേ, 18 വരെ ഏകദേശം മുൻകാലങ്ങളിലൊക്കെ ഏകദേശം മുഴുവനായിട്ട് തീർത്തിട്ടില്ലെങ്കിലും ഏകദേശം ക്ലിയർ ആക്കി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുൻപുള്ള വർഷങ്ങളിൽ അതായത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഖാദിക്ക് പോലും കേരള സർക്കാരായിരുന്നു റിബേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് മാറ്റം വരുത്തി കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഖാദിക്ക് മാത്രം റിബേറ്റാക്കി മാറ്റി. മറ്റുള്ള സ്ഥലത്തൊക്കെ MD എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു തുക പോലും ഇപ്പോൾ അനുവദിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം പിന്നെ ഈ ഖാദി തൊഴിലാളികൾക്ക് 15 മാസമായിട്ട് മിനിമം വേതനത്തിൻ്റെ കിട്ടുന്ന യാതൊരു നടപടി ഇതുവരെ ആയില്ല. നല്ലൊരു സംഖ്യയാണ് ഖാദി തൊഴിലാളികൾക്ക് കിട്ടേണ്ട മിനിമം വേസ്. അത് കൊടുക്കുന്നത് ഗവൺമെൻറ്, ഖാദി ബോർഡ് വഴി ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ആ മിനിമം വേസിൽ ഇപ്പോഴും 15 മാസമായിട്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്.